അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് വിട നൽകുകയാണ് നാട്. മൃതദേഹം രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചിപ്പോൾ പുല്ലാട്ടേക്ക് കൊണ്ടുവരികയാണ്. രഞ്ജിതയുടെ മൃതദേഹം വിമാനത്താവളത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ തുടങ്ങിയവരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ പുല്ലാട്ടേക്ക് കൊണ്ടുവരികയാണ്. പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനത്തിന് മൃതദേഹം വയ്ക്കുന്നുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, വിശദാംശം. ശ്രീജ, മൃതദേഹം പുല്ലാട്ടേക്ക് എത്തിച്ചിരിക്കുന്നു. വിവേകാനന്ദ ഹൈസ്കൂളിലേക്കാണ് മൃതദേഹം പൊതുദർശനത്തിനായി നേരിട്ട് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേക പോലീസ് അകമ്പടിയോടുകൂടിയാണ് മൃതദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ 10 മണിയോടുകൂടി എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ, ഏതാണ്ട് അരമണിക്കൂർ മുൻപ് തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സ്കൂളിലേക്ക് രഞ്ജിത 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിലേക്കാണ് അവസാനമായി എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2:30 വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇവിടെ പ്രത്യേകം അതിനുവേണ്ടി ഈ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം അതിരാവിലെ തന്നെ പൂർത്തിയായിരുന്നു. പഞ്ചായത്തും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് വലിയൊരു ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും രാവിലെ തിരുവനന്തപുരത്ത് എത്തിയത് മുതൽ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ പോലുള്ളവർ പോലും അവിടെ പോയി മൃതദേഹം ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു. സഹോദരൻ രതീഷ് നേരത്തെ തന്നെ അഹമ്മദാബാദിൽ പോയിരുന്നതാണ്. അദ്ദേഹം ഇതിനൊപ്പം അനുഗമിച്ചിരുന്നു. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഈ വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ പൊതുദർശനം ആരംഭിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ, സഹപാഠികൾ, രഞ്ജിതയ്ക്കൊപ്പം പഠിച്ചവരൊക്കെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളിന് പ്രത്യേകമായി ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തുള്ള സ്കൂളിലാണ് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം 5 മുതൽ 10 വരെ പഠിച്ചത് ഈ വിവേകാനന്ദ ഹൈസ്കൂളിലാണ്. അവിടെയാണ് പൊതുദർശനമുള്ളത്. ഒരു പ്രത്യേക അറിയിപ്പ് കുടുംബത്തിന്റെ ഭാഗമായി നൽകുന്നത് പൊതുദർശനം ഇവിടെ മാത്രമായിരിക്കും ഉണ്ടാകുക. വീട്ടിൽ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് വേണ്ടി NSS കരയോഗത്തിന്റെ പ്രതിനിധികളുണ്ട്. അവർക്കുമാണ് പ്രവേശനമുള്ളത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം അവിടെ സൗകര്യക്കുറവും മറ്റും കാര്യങ്ങളുമുണ്ട്. ഇടുങ്ങിയ സ്ഥലമാണ്. പക്ഷേ ഇവിടെ വലിയ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് വരുന്നതിനും നിൽക്കുന്നതിനും എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പന്തലടക്കം ക്രമീകരിച്ചുകൊണ്ട് ഇവിടെ ഇത്രയധികം സമയം പൊതുദർശനത്തിന് ഇവിടെ നൽകാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ജന്മനാട്ടിലേക്ക് രഞ്ജിത മടങ്ങിയെത്തുന്നു. ഒരു ചേതനേറ്റ ശരീരം. സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും അവസാനമായി ഒരു നോക്ക് കാണാൻ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ കാണാനാകുന്ന ഒരു നിലയിൽ പോലും അല്ല രഞ്ജിത മടങ്ങിയെത്തുന്നത് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. എന്തായാലും പൊതുദർശനം ഇവിടെ ആരംഭിക്കുകയാണ്. മൃതദേഹത്തിൽ മാലയും മറ്റും ഇട്ടുകൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നേഴ്സ് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ മൃതദേഹം കേരളത്തിലെത്തിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങി. ഇവിടെ നിന്നും രഞ്ജിതയുടെ സ്വദേശമായ പുല്ലാട്ടേക്ക് മൃതദേഹം കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 2:30 വരെ ശ്രീ വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം നടക്കും. മന്ത്രി ജി ആർ അനിലും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, BJP നേതാവ് S സുരേഷ് തുടങ്ങിയവരാണ് വിമാനത്താവളത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. സംസ്കാരം വൈകിട്ട് 4:30 വീട്ടുവളപ്പിൽ നടക്കും. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ഇന്നലെയാണ് രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതും. അമ്മയുടെ DNA സാമ്പിളുമായി പൊരുത്തപ്പെട്ടതോടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞതും. അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ രഞ്ജിതയുടെ സഹോദരൻ DNA പരിശോധനയ്ക്കായി അഹമ്മദാബാദിലും എത്തിയിരുന്നു. ബ്രിട്ടനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത. നാട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങുന്നതിനുള്ള യാത്രയിലാണ് ഈയൊരു ദുരന്തത്തിൽപ്പെട്ടത്. 5 വർഷം മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയതും. ജൂലൈയിലെ ജോലി തിരികെ കയറാനായിരുന്നു പദ്ധതിയിട്ടത്. അമ്മ തുളസി, 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇന്ദുചൂടൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥി ഇതിക എന്നിവരാണ് രഞ്ജിതയുടെ മക്കൾ. ജൂൺ 12 ഉച്ചയോടെയാണ് രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടായത്. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ വിമാനം നിമിഷങ്ങൾക്കകമാണ് വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറങ്ങിയത്. 12 ജീവനക്കാരടക്കം 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിലെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്.